ഹലോ ഗൈസ്, ഞാൻ പറയാൻ പോകുന്നത് കാന്താരനെ കുറിച്ചാണ്. ഞാൻ ഷോക്കർ സെയ്യം. കാന്താര മൂവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റേതിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു കൊച്ചിൻ്റെയും ഒരു അമ്മയുടെയൊക്കെ വന്നിട്ട് വീഡിയോസും സംഭവങ്ങളൊക്കെ വന്നിട്ട് കണ്ടിട്ട് ഭയങ്കര വൈറലായ പോലെ. ആക്ച്വലി ഞാൻ ഒരു ഹൊറർ മൂവി പ്രിയനാണ്. കാരണം ഏതൊരു മൂവി ഉണ്ടെങ്കിലും ഞാൻ ഹൊറർ മൂവി ആദ്യം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ അറിവിൽ എനിക്കിപ്പോൾ ഒരു ഹൊറർ മൂവി എനിക്ക് അറിയാത്തൊരു മൂവിയേ ഇല്ല എന്നൊക്കെ പറയാം. ചരിത്രമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വൈറലാക്കിയിട്ട് ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. മറ്റേ ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എന്നോടൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഒരു എന്തെങ്കിലും എക്സാമ്പിൾ തന്നിട്ട് ഈ മൂവി ഒരു സീൻ തന്നിട്ട് ഈ മൂവി ഏത് മൂവിയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറായി ഞാൻ പറയും. കാരണം എന്നിട്ട് ഇവിടെ തന്നെ ഞാൻ എറണാകുളത്ത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ സിമ്പിളായിട്ട് തീർക്കും ഞാൻ. കാരണം എന്നാൽ ഇത് മറ്റേ മൂവി അല്ലേ പറയുമ്പോൾ അവർ ഷോക്കായി പോകും. ഇതൊക്കെ അറിയാം. കാരണം ഞാൻ കാണാത്ത മൂവി ഇല്ലെന്ന് പറയും ഞാൻ. കാരണം ചെറുപ്പം മുതലേ ഹൊറർ മൂവി എനിക്ക് ഭയങ്കര പ്രിയമായിട്ട്, കോമഡി മൂവിയും മറ്റേ റൊമാൻറ്റിക് മൂവിയും മറ്റേ ത്രില്ലിങ് മൂവി അങ്ങനെ വേറെ ഒന്നും കാണുന്നില്ല. ഫൈറ്റ് മൂവി, ഇംഗ്ലീഷ് മൂവി ഒന്നും കാണുന്നില്ല. ഞാൻ ഇംഗ്ലീഷായാലും തമിഴായാലും ഹിന്ദി ആയാലും മലയാളം ആയാലും ഏതായാലും ഞാൻ വന്നിട്ട് ഹൊറർ മൂവി മാത്രമേ കാണുള്ളൂ. പ്രേത സിനിമ മാത്രമേ എനിക്ക് കാണുള്ളൂ. ആ സമയത്താണ് ഞാൻ അപ്രത്യക്ഷമായിട്ട് എനിക്ക് കാണാൻ മൂവിയേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കാന്താരയിൽ വന്നിട്ട് ഭയങ്കര സംഭവങ്ങൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് വൈറലായി. ഞാൻ ഇങ്ങനെ ഓരോ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികൾ വന്നിട്ട് ബേജാറായി മരിക്കണ പോലെയും മരിക്കല ഒരു ബേജാറായിട്ട് ഇങ്ങനെ കരയണ പോലെയും സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും മാത്രം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം എന്താ കാണുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ മെയിനായിട്ട് ഞാൻ വന്നിട്ട് കാന്താര മൂവി ഞാൻ അങ്ങോട്ട് പൊക്കിയെടുത്ത് കണ്ട് നോക്കിയപ്പോഴാണ് അറിയണത് അതിലൊന്നുമില്ലയെന്ന്. കാന്താര മൂവി എന്ന് പറഞ്ഞാൽ ഈ കാന്താര മൂവിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. പുരാണ ചരിത്രമാണ് ഇത്. ഇപ്പോഴത്തെ അല്ല, അത് പണ്ട് കാലത്ത് ഒരു സംഭവം ഉണ്ടായതാണ്. ഈ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ആചാരപ്രകാരം ഇപ്പം നടക്കുന്നുണ്ട്. അതായത് തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ വന്നിട്ട് കാണപ്പെടുന്ന ഒരു പ്രകൃതി ഇല്ലാത്തൊരു രൂപത്തിൽ വെച്ചിട്ട് ശില്പം ഉണ്ടാക്കിയിട്ട് ശരീരത്ത് വെച്ചിട്ടുള്ള ഒരു കളിയുണ്ട്. അതൊരു കളി എന്ന് പറഞ്ഞാൽ തമാശ കളിയല്ല, ദൈവക്കളി. അതിൻ്റെ ഒരു ആചാരമാണ് ഈ പറഞ്ഞ കാന്താര. അങ്ങനെ അതിൽ പെടുന്നൊരു വസ്തുവാണ് ഈ കാന്താര എന്ന് പറയുന്നത്. അങ്ങനെ പണ്ട് കാലത്ത് ഉണ്ടായതാണ്. അതായത് മുത്തശ്ശി കാന്താരനെ കുറിച്ച് എനിക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, ഒരു 100 വർഷം മുന്നേ ഉണ്ടായതാണെന്നാണ് എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞത്. കാന്താര എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. കാന്താര മാത്രമല്ല, കാന്താര, കൗതോള് എന്ന് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അനികൾ നെട്ടും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി പുതിയ സിനിമയൊന്നും എടുക്കണ്ട. കൗതോളെന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ബേജാറൊന്നും ആയിട്ടില്ല, പേടിച്ചിട്ടുമില്ല. എന്തിനായാലും കാന്താര മൂവി നന്നായിട്ടുണ്ട്. അതിൽ വിക്രമുണ്ട്, പിന്നെ നമ്മുടെ ആക്ട്രസ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ജില്ലാക്കി ജില്ല.